കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അതിൽ 4 ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണപരമായ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്കാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ കുറേ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പോൾ അത് 4 ക്യാരക്ടറിസ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ വരുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ബി യൂസ്ഫുൾ ഷുഡ് പോസസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. പോസസിക് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പോസസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കത് അക്കൗണ്ട്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ഇൻഫർമേഷൻസും നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. നമുക്കതപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരുന്നത് റിയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് സെറ്റ് ടു ബി റിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ഇൻഫർമേഷൻസും നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വിശ്വാസമുള്ള കാര്യമായിരിക്കണം. നല്ല ട്രസ്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറേഴ്സ് ഒന്നും പാടില്ല. നമുക്ക് മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നും പാടില്ല. കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓരോ എൻട്രിയും അതുപോലെ നോക്കി നമ്മൾ ഇടണം. ബേസസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റീപ്രസെൻറ്റ്സ് ദി ഫാക്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഫാക്റ്റും നമുക്കത് അത് നോക്കിയാൽ അത് നമുക്ക് എന്തുവാ സംഭവം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ടു എൻഷുർ ദിസ് ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ ആൻഡ് ന്യൂട്രൽ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ കാണിച്ചാൽ മാത്രമാണ് നമുക്കത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തേൽ നോക്കാം. എന്തുവാണ് വരുന്നത്? റിലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫർമേഷൻ ടു ബി റിലവൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിരിക്കണം. അതിലൊരു കള്ളത്തരമായിട്ടും പറയരുത്. ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, സമയത്തിന് അത് കിട്ടണം ആ ഇൻഫർമേഷൻ. ഓക്കെ, ഇപ്പോൾ അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ഹൂം ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ആരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമുക്കത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതാണ് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇൻ അതർ വേർഡ്സ്, ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് മീൻ ദ സെയിം തിങ് ആസ് വി മെൻറ്റ് ബൈ ദ സെൻറ്റർ. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഇൻഫർമേഷൻ ആരോടാണോ ഇൻഫർമേഷൻ പറയുന്നത്, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ തന്നെയായിരിക്കണം അയാൾ അത് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. എന്തുവാ നമ്മൾ പറയുന്നതെന്ന്, അക്കൗണ്ട്സിൽ എന്ത് കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളത് നമ്മൾ പറയുന്നതും അയാൾ കേൾക്കുന്നതും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി വരുന്നത്. പിന്നെ കമ്പയറബിലിറ്റി എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ഹാവ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്പയറബിലിറ്റി കമ്പയർ ചെയ്യുന്നത് ഇതാണോ അതോ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ദിസ് മീൻസ് ദി അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ് എന്ന് വെച്ചാൽ വേറെ കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അക്കൗണ്ട്സ് ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ അവിടെ പോലെ തന്നെയാണോ ഇങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യും വിത്ത് അതർ ഫോംസ് ടു ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റി ഓർ ഡിഫറൻസും സിമിലാരിറ്റിയൊക്കെ നമുക്ക് സെയിം ആയിട്ടാണോ, അവർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും. ടു അച്ചീവ് ദിസ് ദ പീരിയഡ് ദാറ്റ് ഫോമാറ്റൊക്കെ നമ്മൾ ഏത് ഫോമാറ്റിലാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ. അൺടിൽ ഓഫ് മെഷർമെൻറ്റ് എക്സെട്ര ഷുഡ് ബി ദ സെയിം. അവർ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റും എല്ലാം സെയിം ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മറ്റുള്ള ഫേമായിട്ട് അവർ കമ്പയറബിലിറ്റി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയ 4 തരം ക്യാരക്ടറിസ്റ്റിക്കാണ് നമ്മൾ നോക്കിയത്. റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഇത് 4 നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിന് ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്.
സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും മോട്ടിവേഷണലും ഗ്രാമറുമാണ് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലും കൂടി എന്നെ കണ്ടു നോക്കാം. പിന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കൂടി ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സോ അവർക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്കെൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.